നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്കർ സൗദാൻ നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് DNA. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും അസ്കർ സൗദാൻ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു നടൻ കൂടിയാണ് DNAയിലെ നായകൻ. ഈ അടുത്തിറങ്ങിയ എല്ലാ ഇൻ്റർവ്യൂകളിലും അദ്ദേഹം അത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം തന്നെയാണ്. അസ്കർ സൗദാൻ്റെ ആദ്യ മലയാള സിനിമയായിരുന്നു തസ്കര വീരൻ. പിന്നീട് അങ്ങോട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അത്രമാത്രം നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് കുറച്ച് സമയമെടുത്തു. എങ്കിലും ഇതിപ്പോൾ DNA എന്ന് പറയുന്ന പുതിയ സിനിമയിലൂടെ അദ്ദേഹം നായകനായി എത്തിയിരിക്കുകയാണ്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് TS സുരേഷ് ബാബുവാണ്. മാർക്ക് ആൻ്റണി ഡിറ്റക്റ്റീവ് എന്ന സിനിമകൾ സംവിധാനം ചെയ്തതും സുരേഷ് ബാബു തന്നെയാണ്. ജൂൺ 14 റിലീസിനെത്തിയ സിനിമയ്ക്ക് നല്ല അഭിപ്രായം തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് ശനി ഞായർ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് പെരുന്നാളിന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് കൂടുതൽ വിശ്വാസം. സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെയും സിനിമ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. അസ്കർ സൗദാന്റെ നായകനായിട്ടുള്ള ആദ്യ ചിത്രം എന്ന നിലയ്ക്ക് DNA എന്ന് പറയുന്ന സിനിമ മഹാവിജയമായി തന്നെ കണക്കാക്കാം. രഞ്ജി പണിക്കർ, ബാബു ആൻ്റണി, ലക്ഷ്മി റായ് എന്നിവരും ഈ സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു നായകന്റെ ചുവടുവെപ്പ് തന്നെയാണ് DNA എന്ന സിനിമയിലൂടെ അസ്കർ സൗദാൻ തെളിയിച്ചിരിക്കുന്നത്. കുഞ്ചകോപനും സുരാജ് വഞ്ഞാറുമൂടും നായകന്മാരായെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഗർ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് JK ആണ്. എസ്ര എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഗർ എന്ന സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത്. ജൂൺ 14 തന്നെയാണ് വേൾഡ് വൈഡായിട്ട് ഗർ എന്ന സിനിമ റിലീസിനെത്തിയത്. വെക്കേഷൻ ടൈമിൽ ഇറക്കേണ്ട ഒരു സിനിമ കൂടിയെന്ന അഭിപ്രായം ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. മികച്ചൊരു കോമഡി ത്രില്ലർ തന്നെയാണ് ഗർ എന്ന സിനിമ തിയേറ്ററുകളിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. ഓരോ സിനിമകൾ ഇറങ്ങുമ്പോഴും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച് കാഴ്ചവെക്കുകയാണ് സുരാജ് വെഞ്ഞാറമൂട്. ഒപ്പം തന്നെ കുഞ്ചാക്കോ ബോബനും വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് ഗർ എന്ന സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ ആദ്യ ദിനം കേരളത്തിൽ നിന്നും മാത്രമായി 64 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് കടക്കുമ്പോൾ 75 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ വലിയൊരു ഹിറ്റ് തന്നെ അടിക്കാൻ പോവുകയാണ് ഗർ എന്ന സിനിമ. ഈ ഒരു സിനിമ പെരുന്നാൾ ദിനങ്ങളിൽ എങ്ങനെയാണെന്ന് കൂടുതൽ കണ്ടിരിക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെയാണ് കളക്ഷൻ്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാലും സിനിമയുടെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജിന് മുകളിൽ സിനിമ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ നല്ലൊരു വീഡിയോയുടെ വിശേഷമായിട്ട് വീണ്ടും വരും വരെ നന്ദി, നമസ്കാരം. താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്.